റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ വേൾഡ് കപ്പിന് തൊട്ടരികിൽ വെച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റുകളായ ഒരു ടീമിൻ്റെ കോച്ച് പുറത്തേക്ക് പോകുന്നു. മൊറോക്കോയുടെ കോച്ച് വാലിദ് റെഗ്രഗൈ പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. ഈ കാര്യം ഇന്നലെ തന്നെ സാന്റിയാഗോ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റൊന്നുമല്ല, വാലിദ് റെഗ്രഗി ലീവ്സ് മൊറോക്കോ ഹെഡ് കോച്ച് റോൾ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞു വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ്. അപ്പോൾ അവരുടെ കോച്ചായി വരാൻ ഏറ്റവും സാധ്യതയുള്ള ആളായിട്ട് കണക്കാക്കുന്നത് മുഹമ്മദ് ഔഹബിയാണ്. അതിനി ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ടത്. പക്ഷേ ഫുട്ബോൾ ലോകത്തെ ഏറെ ആകാംക്ഷയിലാക്കുന്ന മറ്റൊരു ഡീല് കൂടി ചർച്ചയിലുണ്ട്. അത് ആൻഡ്രസ് ഇനിയസ്റ്റയുടേതാണ്. FC ബാഴ്സലോണയുടെ ഇതിഹാസ താരം ആൻഡ്രേ ഇനിയസ്റ്റയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് മൊറോക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ ശ്രമിക്കുന്നു. അത് പക്ഷേ കോച്ചായിട്ടല്ല, സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടാണ്. പല മാധ്യമങ്ങളും അദ്ദേഹം അവിടെ സ്പോർട്ടിംഗ് ഡയറക്ടറായി എത്തിക്കഴിഞ്ഞ നേരത്തിൽ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫബ്രീസിയോ പറയുന്നത് ഇതുവരെ ഒഫീഷ്യലായിട്ടില്ല, ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ആൻഡ്രേ ഇനിയസ്റ്റ ആൻഡ് മൊറോക്കോ ടു ബിക്കം ദി ന്യൂ ടെക്നിക്കൽ ഡയറക്ടർ, അതിനു വേണ്ടിയിട്ടുള്ള സൈനിങ് നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. ടോക്സ് ആർ ടേക്കിംഗ് പ്ലേസ്, ചർച്ചകൾ നടക്കുന്നുണ്ട്. മൊറോക്കൻ ഫുട്ബോൾ ഫെഡറേഷന് ഇനിയസ്റ്റയെ അവരുടെ ഡയറക്ടറായിട്ട് വേണം, പക്ഷേ ഡീലിലേക്ക് എത്തിയിട്ടില്ല. ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് ആൻഡ്രേ ഇനിയസ്റ്റയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനിയസ്റ്റ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട്, പിന്നെ മറ്റാരെങ്കിലും കോച്ചായിട്ട്, ആ രൂപത്തിലായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് മൊറോക്കോ എത്തുക. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.